ഇടതു മന്ത്രിസഭയിലെ കരുത്തനായ എം വി രാജേഷിനെ പരാജയപ്പെടുത്തി VT ബലറാം വീണ്ടും തൃത്താല പിടിച്ചെടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ വിജയത്തെ കാണുന്നത്? അഭിമാനകരമായിട്ടുള്ള വിജയമല്ലേ കേരളം മുഴുവൻ UDF ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ഇലക്ഷൻ്റെ മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞതുപോലെ 100 കുറയാത്ത സീറ്റ് ഇത്തവണ UDF ഉണ്ടാവും എന്ന് പറയുന്നത് അത് ജനങ്ങളിൽ ഞങ്ങൾ അർപ്പിച്ചൊരു വിശ്വാസമാണ്. ജനവികാരം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അത്തരത്തിൽ കൃത്യമായ ഒരു എണ്ണം ഞങ്ങൾക്ക് പറയാൻ സാധിച്ചത്. അതോടൊപ്പം നിങ്ങളിവിടെ പറഞ്ഞതുപോലെ 100 സീറ്റിൽ കൂടുതൽ UDF കിട്ടുമെന്ന് മാത്രമല്ല അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത്, 1 ഡസനിലേറെ മന്ത്രിമാർ തോൽക്കുമെന്നും പറഞ്ഞു. അതും കൃത്യമായി വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു മണ്ഡലമാണ് തൃത്താല എന്നുള്ളത് കൊണ്ട് അത്തരത്തിൽ ഒരു നല്ല മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചു, നല്ലൊരു വിജയം നേടാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷവും അഭിമാനം നൽകുന്ന കാര്യമാണ്. വിജയത്തിന് പ്രധാന ഘടകം തൃത്താലയിൽ കഴിഞ്ഞ തവണ ഉണ്ടായ ഇലക്ഷൻ റിസൾട്ട് തന്നെ തൃത്താലയിലെ ജനങ്ങളുടെ യഥാർത്ഥ ജനവികാരത്തിൻ്റെ പ്രതിഫലനമല്ലായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ രാഷ്ട്രീയമായി വിലയിരുത്തുന്നത്. അത് CPM-ഉം BJP-യും കൂടി ഉണ്ടാക്കിയ CJP ഡീലിൻ്റെ ഭാഗമായിട്ടുണ്ടായ വോട്ട് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു റിസൾട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ഒരവസരം ഉണ്ടാവുകയാണെങ്കിൽ തൃത്താലയിലെ ജനങ്ങൾ എന്നോടൊപ്പം നിൽക്കുന്നുള്ള 100% ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആ നിലയിലുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ 5 വർഷം നടത്തിയത്. അത് ആ നിലയ്ക്ക് തന്നെ ഒരു റിസൾട്ടിൻ്റെ രൂപത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷമുള്ള കാര്യം. ഒപ്പം തന്നെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളൊക്കെ നടക്കണം. സർക്കാർക്കൊരു മന്ത്രി ഉണ്ടായിരുന്നു, വീണ്ടും അതിനൊക്കെ UDF-നകത്തും കോൺഗ്രസിനകത്തും കൃത്യമായിട്ടുള്ള നിയതമായിട്ടുള്ള രീതിയുണ്ട്. അതിലേക്ക് ഞങ്ങൾ കടക്കും. ആ നിലയിലുള്ള ഉചിതമായിട്ടുള്ള തീരുമാനം അതൊക്കെ പാർട്ടി നേതൃത്വം എടുത്തോളും. ഒപ്പം തന്നെ UDF മുഖ്യമന്ത്രി സ്ഥാനത്ത് അതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു രീതിയുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിലേക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ കടക്കാനിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഉചിതമായിട്ടുള്ള തീരുമാനം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. ഉണ്ടാവുമല്ലോ. ഇത്തവണ ഇത്രയധികം യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും അവസരം കൊടുത്തൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ലല്ലോ. അവരിൽ നല്ല രീതിയിലുള്ള ഒരു ടേൺ ഔട്ട് ഉണ്ടായിട്ടുണ്ട്. 63 MLA-മാർ ഞങ്ങൾക്ക് കോൺഗ്രസ്സിന് മാത്രം ഉണ്ടാകുമ്പോൾ അതിൽ നല്ലൊരു ശതമാനം പുതുമുഖങ്ങളാണ്, യുവാക്കളാണ്, വനിതകളാണ്. അങ്ങനെ എല്ലാ നിലയിലുള്ള ഒരു ഗോൾഡൻ മിക്സാണ് ഇത്തവണത്തെ ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി. അപ്പോൾ അതിലെ ഓരോ ആളുകൾക്കും അർഹതപ്പെട്ട അംഗീകാരം ഉണ്ടാവും, അവസരം ഉണ്ടാവും. നല്ലൊരു ടീമായിട്ട് UDF-ന് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് 10 വർഷത്തെ ജനദ്രോഹ ഭരണത്തിൽ നിന്നുള്ള ഒരു മോചനം ആഗ്രഹിച്ച ഒരു ജനതയുടെ വിമോചന സ്വപ്നത്തിൻ്റെ പൂർത്തീകരണമാണ്. അപ്പോൾ അതൊരു വലിയ ഉത്തരവാദിത്തമായി ഞങ്ങളുടെ മുമ്പിലുണ്ട്, ജനങ്ങളുടെ ആ പ്രതീക്ഷ കാക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഇലക്ഷൻ്റെ ആദ്യഘട്ടം തൊട്ട് തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് കേരളത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് തകർത്ത ഓരോ മേഖലയെയും എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുക, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെയാണ് മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കുക, ആരോഗ്യ മേഖലയെ എങ്ങനെയാണ് വീണ്ടെടുക്കാൻ സാധിക്കുക, വിദ്യാഭ്യാസ മേഖലയിലെ കുഴപ്പങ്ങൾ എങ്ങനെയൊക്കെയാണ് പരിഹരിക്കാൻ സാധിക്കുക, ക്രമസമാധാന രംഗത്തുള്ള പോലീസിങ്ങിൻ്റെ രംഗത്തുള്ള പ്രശ്നങ്ങൾ, ന്യൂനപക്ഷ വേട്ടയടക്കമുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് ഏത് നിലയിലാണ് പരിഹരിക്കാൻ സാധിക്കുക, കൃത്യമായ മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളുടെ ഒരു വിഷനാണ് വെച്ചിരുന്നത്. ആ വിഷനാണ് ഇന്ന് ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം ഞങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെ മുന്നോട്ട് വെച്ച വളരെ കൃത്യമായിട്ടുള്ള വാഗ്ദാനങ്ങളുണ്ട്. അതൊക്കെ 1 by 1 ആയിട്ട് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതിനോട് പ്രതിജ്ഞാബദ്ധമായിട്ടാണ് ഞങ്ങളൊരു ടീമായി മുന്നോട്ട് പോകുക. താങ്ക് യു സോ മച്ച്. എന്തായാലും VT ബലറാം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ചെറുപ്പക്കാർക്കും എല്ലാം നല്ല പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് VT ബലറാം കരുതുന്നത്. ഒപ്പം തൃത്താലയുടെയും കേരളത്തിൻ്റെയും വലിയൊരു വികസനം പുതിയ മന്ത്രിസഭയിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. ക്യാമറമാൻ അമർജിത്തിനോടൊപ്പം TK അരവിന്ദൻ, അമൃത ന്യൂസ്.